നിങ്ങളിൽ എത്ര ആളുകൾക്കറിയാം ഈ വീഡിയോ എടുത്ത മനുഷ്യൻ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഒരു കാര്യം സോൾവ് ആയിട്ടുണ്ട് എന്ന്? അതായത് 5 ദിവസം മുമ്പേറ്റ ഈ ഒരു സംഗതി പരിപൂർണമായി സോൾവ് ആയതാണ്. പിന്നീടാണിത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നത്. ആ പെൺകുട്ടി തെറ്റ് മനസ്സിലാക്കിയിട്ട് താൻ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ച് ഫൈൻ അടച്ചു. അതിൻ്റെ ശേഷമാണ് ആ പെൺകുട്ടി ഇത്രയും വലിയ ഒരു അപമാനം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. ഞാൻ ന്യായീകരിക്കല്ല, ആ പെൺകുട്ടി ചെയ്തത് തീർത്തും തെറ്റാണ്. പക്ഷേ ഒരു തെറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കാം നമുക്ക്. പക്ഷേ പല കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പലരും വ്യക്തിഹത്യ ചെയ്യുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കൃത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കുറച്ച് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ശരീരത്തിൽ മോശമായി തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടപ്പോൾ നമ്മൾ കേട്ട വാർത്ത പിന്നെ ആ മനുഷ്യൻ തൂങ്ങി മരിച്ചു എന്നുള്ളത്. അതിൻ്റെ റീസൺ ആ മനുഷ്യന് അപമാന ഭാരം താങ്ങാൻ പറ്റാത്തതാണ്. അതേ സിറ്റുവേഷനിലാണ് ഏറെക്കുറെ ഈ പെൺകുട്ടി നിൽക്കുന്നത്. കാരണം നാനാഭാഗത്തു കൂടി സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ച് ചീന്തുകയാണ്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജീവൻ നമ്മൾ കാരണം പൊലിയുകയാണ്. അപമാനം എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിർത്തുക. ഞാൻ ആ പെൺകുട്ടിയെ ന്യായീകരിക്കുന്നില്ല, മറിച്ച് ഇതിൻ്റെ പിന്നിൽ എങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.